Hello everyone. Good morning. Good morning. എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ ഇറ്റ്സ് മീ ദ റിയൽമി സെഷൻ ആണ് അല്ലേ. ഇന്ന് സാറ് ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, റിഷ, മെഹ്നാസ് റെഡിയാണോ? നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻസ് ബാച്ച് EFT ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് പ്രാക്ടീസുകൾ ചെയ്ത് ആ ഒരു സക്സസ്സിലേക്ക് എത്തിയ രണ്ടുപേരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ, നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് റിഷ, ഗുഡ് മോർണിംഗ്. ഹായ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷങ്ങള്? നല്ല വിഷയം. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് വെയിറ്റിംഗ് ആണെന്ന് അറിയാം. നമുക്ക് ഋഷിയിലേക്ക് തന്നെ പോവാം. ഋഷ, എങ്ങനെയായിരുന്നു? നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിലേക്ക് കിടക്കാം. എങ്ങനെയായിരുന്നു ആ ഒരു നിന്റെ നമ്മുടെ കോഴ്സിന് ശേഷമുള്ള ഒരു ലൈഫും അതിന് മുമ്പുള്ള ഒരു ലൈഫും എങ്ങനെയായിരുന്നു? അതിന് ഞാൻ നീ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് എത്തിയത്? ഓക്കെ, അതിൽ നിന്ന് തുടങ്ങാം. പിന്നെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് ഇതാക്കിയതായിരുന്നു. പിന്നെ ലാസ്റ്റ് അങ്ങനെ സമ്മതിപ്പിച്ചിട്ടതാ ഇരിക്കാനൊക്കെ ഉപ്പ. ഉം, ഉം, ഉം. അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഉപ്പ ഇതിലുണ്ട്, ഈ കോഴ്സിലുണ്ട്. ഉപ്പ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യണത് ഉപ്പാന്റെ ബുക്കില് ഇന്നെ പറ്റി എഴുതിയതൊക്കെ കണ്ടപ്പോ പിന്നെ ഒക്കെ ഞാൻ സമ്മതിച്ചു. ഓക്കെ. പിന്നെ എനിക്ക് ആദ്യം വലിയ ഇതൊന്നും ഇല്ലേ, ഭയങ്കര വിശ്വാസമൊന്നും ഇല്ലേ റെഡി ഉം. ആവുന്നില്ല. കാരണം ഞാൻ കുറെ കാലമായിട്ട് സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ കുറെ കൗൺസിലേഴ്സിനെ കണ്ടിട്ടുണ്ട്, കുറെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ചേഞ്ച് ഒന്നും വന്നില്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവാ. ഉം, ഉം, ഉം. കുറെ പ്രശ്നങ്ങളും എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫാമിലിന്നായാലും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിന്റെയൊക്കെ ട്രോമ എനിക്ക് ഉണ്ടായിനി. ഞാൻ ഇതിന്നൊന്നും മൂവ് ഓൺ ആയിട്ടില്ലേന്നു. പിന്നെ ഞാൻ ഇതൊന്നും ഇല്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് വരിക. അപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സ് വന്നതും ഓരോന്ന് എടുത്തെടുത്ത് ഹീൽ ചെയ്തതും. ഇപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡന്റാ. എന്തെങ്കിലും പ്രശ്നം വന്നാലും എനിക്കൊരു ഇതും ഉണ്ടാവില്ല. ഇപ്പൊ ടെൻത്തിന്റെ റിസൾട്ട് വന്നു. അന്ന് ഇങ്ങനെ A+ കുറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, 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 തീർച്ചയായിട്ടും. പറഞ്ഞല്ലോ, എനിക്ക് ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹിന്ദി എനിക്ക് തീരെ അറിയൂലായിരുന്നു, ലെറ്റേഴ്സ് പോലും. അന്ന് എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു. അതും ഹീൽ ചെയ്ത് കളഞ്ഞ് ഞാൻ കുറച്ച് പഠിക്കാൻ തുടങ്ങി. എനിക്ക് ലാസ്റ്റ് ഒക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്കറിയാം. ആ, നീ എന്നെ കോൾ ചെയ്യുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. മാം എനിക്ക് കിട്ടുമോ, മാം എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അല്ലേ. ആ ഒരു ആങ്സൈറ്റി കാര്യങ്ങള്, പിന്നെ അത് ക്ലിയർ ചെയ്തു. ഹിന്ദിയിൽ എന്നിട്ട് എത്രയാണ് സ്കോർ ചെയ്തത്? ഞാൻ A+ കിട്ടി. അങ്ങനെ ഞാൻ അന്ന് നിങ്ങളോട് ടഫാന്ന് പറഞ്ഞാലൊക്കെ എനിക്ക് A+ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. എത്ര A+ ആയിരുന്നു ഇപ്പോ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇതിന് മുൻപ്? മീൻസ് കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് നീ എന്തായിരുന്നു നിന്റെ ഒരു A+നെ കുറിച്ചൊക്കെ ഉള്ള ഒരു എക്സ്പെക്ടേഷൻ? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ന്യൂമോണിയ ആയിട്ട് കിടപ്പിലായിരുന്നു. അങ്ങനെ സ്കൂൾക്കൊന്നും മര്യാദക്ക് പോയില്ല. പിന്നെ ഒക്കെ സെൽഫ് സ്റ്റഡി ആണല്ലോ, അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്റെ 2 കസിൻസും എന്റെ ഇതില. അപ്പൊ എന്തെങ്കിലും എക്സാമിന്റെ മാർക്കൊക്കെ വരുമ്പോ ഭയങ്കര കമ്പാരിസൺ ആയിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സെൽസിന്റെ റിസൾട്ട് വരുമ്പോ ഞാൻ മാത്രം മോശമാവും. ഇപ്പൊ എനിക്ക് ഓലെ രണ്ടാളെക്കാട്ടിലും മാർക്ക്. അവരെക്കാൾ മാർക്കുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എനിക്ക് നിങ്ങൾക്കത് അവള് പറയുന്നതിൽ നിന്നുള്ള അവൾ പറയുമ്പോൾ ഉള്ളൊരു അറിവാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ എനിക്കറിയാം അവൾ ഏത് തലത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആളായിരുന്നു. അവളുടെ ഓരോ കോഴ്സും അവളുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങളും ഞാൻ ശരിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് റിഷയെ കാണുമ്പോൾ
ആ ഒരു ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവളെ ഇന്നലെ ഞാൻ കോൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാനങ്ങ് ഇമോഷണൽ ആയിപ്പോയി. അവളുടെ മാർക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്തന്നെ. അത്രയും അവള് ഡൗൺ ആയിരുന്നു ല്ലേ റിഷ? അതിൽ നിന്നും നല്ലൊരു അപ്പാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഉപ്പ ഹാപ്പിയാണോ? ഇപ്പൊ ഹാപ്പിയാണ്. ഞാന് റിസൾട്ട് അറിയുമ്പോ ഞാൻ ഇവിടെ ഇല്ലേന്നു. അന്ന് ഉം, എനിക്ക് ഉം, നല്ല പേടിണ്ടായിരുന്നു. ഉപ്പ എങ്ങനെ റിയാക്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പൊ വിളിച്ചിട്ട് ഉം. കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ അപ്രീഷിയേറ്റ് ചെയ്ത് പിന്നെ ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങി തന്ന്. ഓക്കെ. ഓക്കെ. പിന്നെ എന്തൊക്കെ പ്രാക്ടീസ് കാര്യങ്ങള് ഒക്കെ പിന്നെ എന്തൊക്കെയായിരുന്നു കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നത്? ഞാന് ഹീൽ ടാപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഉം. ഗ്രാറ്റിറ്റ്യൂഡ്. ആദ്യം കുറച്ച് മടി കാണിച്ചിരുന്നു ല്ലേ? മീൻസ് ആദ്യത്തെ ഒരു ബാച്ചില് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പിന്നത്തെ ഒരു ബാച്ചിലാണ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയത്. എന്ത് തോന്നുന്നു? ആ ഒരു നമ്മുടെ കോഴ്സിനെ കുറിച്ച് എന്താണ്? നമ്മുടെ കോഴ്സ് എന്നതിലുപരി EFTയെ കുറിച്ച് എന്താണ് നിനക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാൻ കൊറേ മടി കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ എനിക്കത് യൂസ് ചെയ്താ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ യൂസ് ചെയ്താ മതി. ഒന്നുകൂടെ നേരത്തെ തന്നെ യൂസ് ചെയ്താ മതിയായിരുന്നുന്നല്ലേ? ഉം. ഓക്കെ. പിന്നെ ഉം. നല്ല എനിക്ക് ഇപ്പൊ ഒരു കോൺഫിഡൻസ് വന്ന്. ഇപ്പൊ ഞാൻ എപ്പളും ഹാപ്പിയാ. എന്റെ ഉപ്പയായാലും പറയും. അന്നെങ്ങനെ കാണലില്ല. ഇപ്പൊ എപ്പഴും ഹാപ്പി. ഞാൻ കരയലേ ഇല്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. എന്തേലും പ്രശ്നം വന്നാല് എനിക്കത് എഫക്ട് ചെയ്യണില്ല. എന്താ അറിയൂല. ടെൻഷൻ അങ്ങനത്തെ ഒന്നുമില്ല. ഉം. കൂളാണ്. ഒരു പേഴ്സണാലിറ്റി ഗ്രോത്ത് ല്ലേ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആ ഒരു ചേഞ്ച് ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ആദ്യത്തെ നീയും ഇപ്പോഴുള്ള നീയും? ആദ്യം എനിക്ക് കൊറേ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കി ആരായിട്ടും ഡിറ്റാച്ച്ഡ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉം. ഉം. അപ്പോ പിന്നെ പിന്നെ മെല്ലെ മെല്ലെ ഡിറ്റാച്ച് ആയി വന്ന്. പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. കാരണം ഓക്കെ വേറെ അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആരും ഇല്ല എന്നുള്ളൊരു മൈൻഡ്. പിന്നെ ഒറ്റക്ക് സർവൈവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഓക്കെ. ആ എങ്ങനെയായിരുന്നു നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ഇപ്പം ആയിഷ മാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് മെന്റർ ആയിഷ മാം ആയിരുന്നു. എന്താണ് നിനക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ളത്? അതുപോലെ ആരോടാണ് നിനക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്? എനിക്ക് ആയിഷ മാമിനോട് ഹാജിറ മാമിനോട് പറയാനുണ്ട്. കാരണം ഒരു മദേഴ്സിന്റെ പോലെയാണ് എന്നെ ചേർത്ത് പിടിച്ചു. ആയിഷ മാം ഒക്കെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നെ ക്ലാസ്സിൽ ഇരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉം. വീട്ടിൽ ആരോടൊക്കെയാണ്? ഇപ്പം പാ ആഹ് ഞങ്ങളോടൊക്കെ ഇപ്പം നിന്നെ ഇതിലേക്ക് എത്തിച്ചത് നിന്റെ ഫാദറാണ്. ഉപ്പാനോട് ഓക്കെ. ഉപ്പയോടെന്നും ഗ്രേറ്റ്ഫുൾ ആവണം കേട്ടോ എല്ലാ കാര്യങ്ങൾ കൊണ്ടും. ഓക്കെ. ഇനി എന്താണ് ഭാവിയിലുള്ള ഒരു ഞാന് നാളെ എൻട്രൻസ് കോച്ചിങ്ങിന് ഹോസ്റ്റലിൽ പോവാ. ഓക്കെ. എവിടെയാണ്? ഇതുപോലെ എക്സാം എഴുതി ഫുൾ ഉണ്ടായിന്. അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി. എക്സാം കഴിഞ്ഞോ? ആ എക്സാം വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ഒന്നിനും കോൺഫിഡൻസ് താങ്ക് യു മാം. എനിക്കൊന്നിനും കോൺഫിഡൻസ് ഇല്ലേന്നു. ഇപ്പൊ എന്തെങ്കിലും എക്സാം വന്നാലും എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു. ഉം, പക്ഷെ ഉം, ഇപ്പൊ ഉം. ഞാൻ ഒക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വരിക എന്താ വരുന്നൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ചെല്ലും. എഴുതും ഓക്കെ, പോകും. അങ്ങനെ ഓക്കെ. അപ്പോ എൻട്രൻസ് കോച്ചിങ്ങിന് എന്താണ് അംബീഷൻ എന്താണ്? എഞ്ചിനീയർ ആവണം. IIT-യിലും NIT-യിലൊക്കെ കേറിയിട്ട് ഉം, ഉം. എഞ്ചിനീയർ. ചെയ്യാൻ പ്രിപ്പയർ ഓക്കെ. അപ്പോ എന്നാണ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നാളെയാണോ? നാളെ മുതല്. അപ്പൊ ഇപ്പൊ കോൺഫിഡന്റ് ആണ്. ഓക്കെ. ആഹ് ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്ക് കാരണം നീ പഴയ നീയും ഇപ്പോഴുള്ള നീയും നിന്നെയും കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ അത്ര കണക്റ്റഡ് അല്ലായിരുന്നു. ആ എക്സാം കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മൾ അറിയാലോ കോഴ്സിന്റെ കാര്യങ്ങളായിട്ട് ഞാൻ ബിസി ആയിരുന്നു. പിന്നെ ഇന്നലെയാണ് കണക്ട് ചെയ്യുന്നത്.
ഞാൻ അന്ന് ആ ഒരു റിസൾട്ട് വരുന്ന ദിവസം ഞാൻ നിന്നെ കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തൊക്കെയോ തിരക്കുകളിൽ പെട്ട് ഇപ്പം അഡ്വാൻസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ബിസിയാണ്. അങ്ങനെ ഞാനത് വിട്ടുപോയതായിരുന്നു. അപ്പോൾ ഐ ആം സോ ഹാപ്പി. എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം നിന്റെ ആ ഒരു ലാസ്റ്റ് നീ വിളിച്ചെന്നെ, "മാം എനിക്ക് കിട്ടൂല മാം, എനിക്ക് കിട്ടൂല" എന്ന് ചോദിച്ചിട്ട് ഒരു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ആഹ് ഗോഡിനോടും എല്ലാവരോടും ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. കാരണം നിങ്ങളുടെയൊക്കെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ അതിൽ നിന്നുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതാണ് ഇതിൽ നിന്ന് ഏറ്റവും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് അങ്ങ് ചേഞ്ച് ചെയ്ത്. അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഋഷ, ഇത് ഈ ടൂൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ. എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ്. ഡെയിലി സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ഫോർഗിവ്നെസ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. ഇനി നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? കരിയർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ലക്കിയാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത് കിട്ടി. അപ്പം നമ്മുടെ മെജോറിറ്റി നമ്മുടെ ക്ലയൻസിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും ഒരു 40 അല്ലെങ്കിൽ 35 ഇയേഴ്സിൻ്റെ മുകളിലുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ലൈഫിൽ സ്റ്റക്കായി നിന്നതിന് ശേഷം ഈ ഒരു ഇത് തിരിച്ചറിഞ്ഞവരാ. അപ്പോഴേക്കും കാലം കുറച്ച് കഴിഞ്ഞു പോയി. എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ് വരാറുള്ളത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം സ്റ്റുഡൻസിൻ്റെ കോഴ്സിലൊക്കെ വന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ സമയത്തെ നിങ്ങൾക്ക് ഈ ടൂള് കയ്യിൽ കിട്ടുകയും അത് യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ ട്രാക്കിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് നിന്നോടുള്ളൊരു റിക്വസ്റ്റാണ്, എന്നും എപ്പോഴും എല്ലാ ദിവസവും ഈ ടൂള് നീ പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും നീ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിനക്ക് എത്താൻ പറ്റും. നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളിൽ നിനക്ക് A+ കിട്ടി അല്ലേ? ഹീലിങ്ങിലൂടെ നിനക്ക് A+. ഇപ്പം ഇന്നലെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയണ്ടായി, ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഈസി ആയിരുന്നു. അത് ഞാൻ ഹീലിങ്ങിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അതിൽ A ആണ്. പ്രയാസമുള്ള വിഷയങ്ങളിൽ A+ കിട്ടിയെന്ന് പറഞ്ഞു. അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ ഫോക്കസ് ചെയ്തതും ഞാന് ഹീൽ ചെയ്തതും ഫുള്ള്, അതായത് എനിക്ക് സുഖമുള്ള വിഷയങ്ങൾ ഞാന് തീരെ മൈൻഡ് ആക്കാതായി. ഉം, എന്നിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് ഫുള്ള് ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സും എനിക്ക് ബുദ്ധിമുട്ടുള്ളതും എനിക്ക് ഉം, ഉം, ഇഷ്ടപ്പെട്ടതൊക്കെയാണ്. അപ്പൊ അതും എനിക്ക് ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ഉം, ഉം. മാമാണത് ഹീൽ ചെയ്യിപ്പിച്ചതും ഇതാക്കി അയക്കുള്ള ആ ഫിയറും ഒക്കെ മാറ്റി തന്നതും ആ ചടപ്പൊക്കെ മാറ്റി തന്ന മാമാണ്. ഓക്കെ. പിന്നെ അത് പഠിച്ച് അതന്നെ ഫോക്കസ് ചെയ്ത് അതിലെ A+ കിട്ടി. ഇത് മൈൻഡ് ആക്കാതെ ഇതില് റിവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. ഉം, ഉം, ഉം. ഓക്കെ. ഓക്കെ. ആഹ് ഓക്കെ. എനിക്ക് അപ്പൊ പറയാനുള്ളത് വെച്ചാല് ഇവിടെ വന്ന ഒരിക്കലും ഏഹ് അത് വേർത്താവും ഇവിടെ ഇതില് ഇതായി കഴിഞ്ഞാല്. എന്താണ് ഇപ്പം ഒരുപാട് അമ്മമാരാണ് കേൾക്കുന്നത്, സ്റ്റുഡൻസ് ഉണ്ടാവാം. എന്താണ് ഇവരോട് നിനക്ക് പറയാനുള്ളത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വന്നാ മാറും. ആ, ഇന്റെ ഒരു ലൈഫ് വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. കുറെ സൂയിസൈഡ് അറ്റംപ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാ. മാമിനെ അറിയാം ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ട്, എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ബെഡിന്ന് എണീക്കാൻ പറ്റാത്ത ഈ രീതിയിൽ ഒരു EFTയിൽ ആദ്യം എന്നോട് സെഷനിൽ സംസാരിച്ചത്, ഞാൻ ഒരുപാട് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തതാണ് മാം. എനിക്കിതൊന്നും വർക്ക് ആവില്ല, എനിക്കിതിൽ ട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അല്ലേ? അതെ, സെഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബാച്ച് അങ്ങനെ പോയി. പക്ഷേ ഋഷയുടെ കേസ് ഒരു സ്പെഷ്യൽ കേസാക്കി എടുത്ത് നമ്മൾ നെക്സ്റ്റ് ബാച്ചിലും അവസരം കൊടുത്തു. കാരണം രക്ഷപ്പെടുത്തണം. ആ ഒരു അങ്ങനെയുള്ള ഒരു എയിം മാത്രമായിരുന്നു. എനിക്കിപ്പോൾ നന്നായിട്ട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ആം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. എന്താണ് നിനക്ക് സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇവിടെ വന്നിട്ട് എല്ലാം ഹീൽ ചെയ്യുക. പിന്നെ കഴിയണതും എല്ലാ ക്ലാസ്സിലും കേറിയിട്ട് അതൊക്കെ യൂസ് ചെയ്യുക. ഒന്നും മിസ്സാക്കരുത്. എനിക്കിപ്പോ നല്ല റിഗ്രറ്റ് ഉണ്ട്. ഇതിൽ കുറച്ചൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അതെ, ഏഹ് അതെ, അതെ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അത് റിഗ്രറ്റ് അടിക്കരുത്. അതും നമ്മുടെ എനർജി ഡൗൺ ആക്കും.
ഇറ്റ്സ് ഓക്കെ. അതിനൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു വിചാരിക്കുക. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും പ്രൊഡക്റ്റീവ് ആയിട്ട് പോവുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നില്ലേ? പല്ല് തേക്കുന്നില്ലേ? നമ്മുടെ പിന്നെ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നുണ്ട്. ഡെയിലി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ് മൈൻഡ് ക്ലീനിങ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോ അത് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ. കേട്ടോ? ഓക്കെ. താങ്ക് പിന്നെ നിന്റെ ഈ ആദ്യം കുറച്ച് ആങ്കർ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ല്ലേ? അതൊക്കെ ഇപ്പൊ എങ്ങനെയാണ്? ഞാൻ എപ്പഴും കൂളാണ്. എനിക്ക് ദേഷ്യം വരലില്ല ഇപ്പൊ. അങ്ങനെയല്ല നോർമലി ഇനിയിപ്പോ ദേഷ്യം വന്നാൽ ഞാൻ റിയാക്ട് ചെയ്യാമെന്ന് എനിക്കങ്ങനെ ഒരു ഇത് വരലില്ല. റിയാക്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് വരലില്ല. ഓക്കെ. ഈ മൈൻഡ് ദേഷ്യം കൂളായി ല്ലേ? എന്തും എടുത്തെറിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെ. നന്നായിട്ട് അതെ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ നമ്മുടെ കോഴ്സിലേക്ക് വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയൊരു കുട്ടിയായിരുന്നു ല്ലേ? അപ്പം കാമായിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഫസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് കൊറിയൻ ഡ്രാമ കാര്യങ്ങള് അല്ലേ? ഇപ്പൊ തീരെ ഇല്ല. ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ഇനി നാളെ പോവാണല്ലോ. അവിടെ 2 വർഷത്തിന് ഫോണേ കിട്ടൂല. ഇതൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇ ഞാൻ എനിക്ക് പീസ് കണ്ടെത്തിയത് ഈ ഡ്രാമ കൂടെ മാത്രം കൊറിയൻ ഡ്രാമ മാത്രം കണ്ടിട്ടാ. എ അങ്ങനെ എനിക്ക് ഞാൻ പിന്നെ ആ ഒരു ഹീലിങ്ങിന്റെ ഇവിടുത്തത് എൻഡ് ചെയ്തപ്പോ ഞാൻ ഫുള്ള് നിർത്തി. പിന്നെ എനിക്കത് കാണാനുള്ള മൈൻഡും വന്നിട്ടില്ല. അത് കാണണംന്ന് തോന്നിയിട്ടുമില്ല. കാരണം മാം പറഞ്ഞല്ലോ നമ്മള് നമ്മളെ ഓല് യൂസ് ചെയ്യാണ്. ഇങ്ങനെ ഓലെ കണ്ടന്റ്സ് കാണാൻ. അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ കൊറേ തിങ്ക് ചെയ്ത് അങ്ങനെ നിർത്തി. ഇപ്പൊ പോവാണല്ലോ. പിന്നെ ആരും ഫോഴ്സ് ചെയ്യണൊന്നുമില്ല. വേണമെങ്കിൽ പോയാ മതി, പഠിക്കാൻ പറ്റുമെങ്കിൽ പോയാ മതിന്നാ പറയാ. എനിക്ക് പോണം എന്നുള്ളൊരു മൈൻഡ്. ഇതുവരെ എനിക്ക് സക്സസ് ആവണം അല്ലെങ്കിൽ ഇതാവണം അങ്ങനെ ഒരു മൈൻഡ് ഒന്നും ഇല്ലേ. എപ്പളും ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്. ഞാൻ ഇന്നെ തന്നെ എപ്പളും ഇതായോണ്ടിരിക്കാണ്. എനിക്ക് സെൽഫ് ലവ് തീരെ ഇല്ലേനു. ഇങ്ങനെ അലർജിയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ഏഹ് പിന്നെ മാം പറഞ്ഞ അങ്ങനെ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത്. പിന്നെ എനിക്ക് സക്സസ് ആവണം എന്നുള്ള ഒരു മൈൻഡ് വന്നു. അതെ, അതെ. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്തും. പക്ഷേ എനർജി ഡൗൺ ആയതുകൊണ്ടും ഇങ്ങനെ സിറ്റുവേഷൻസ് കൊണ്ടും വളരെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ല്ലേ? നല്ലൊരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോവായിരുന്നു. ഓക്കെ. റിഷ, ഐ ആം സോ ഹാപ്പി. എനിക്കത് വാക്കുകളിലൂടെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ആഹ് കാരണം എനിക്ക് നിന്റെ ആ ഒരു ജേർണി ആഹ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. ഇറ്റ്സ് ഓക്കെ. ആഹ് മോളൊക്കെ നിനക്ക് ഭാഗ്യവതി. തീർച്ചയായിട്ടും നിന്റെ ഭാവി നീ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിനക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ചെയ്യാൻ സാധിക്കട്ടെ എന്നൊന്നും ഞാൻ ആശംസിക്കുന്നില്ല. എനിക്ക് ഷുവറാണ് സാധിക്കും എന്നുള്ളത്. ഓൾ ദ ബെസ്റ്റ്. പിന്നെ നിന്റെ ആരെങ്കിലും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കില് അവർക്ക് ഈ ഒരു കാര്യം നീ പറഞ്ഞു കൊടുക്കണം. കാരണം ഇത്രയും സിമ്പിളാണ് ജീവിക്കാനായിട്ട്. നമുക്കാർക്കും അറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കില് നമുക്കതിനുള്ള അവയർനെസ് ലഭിക്കാത്തത് കൊണ്ടാണ്. ഓക്കെ. അപ്പോ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിന്ന് ഇപ്പോ ഉള്ള ഒരു ലൈഫ് ഏതായിരുന്നു നല്ലത്? സോഷ്യൽ മീഡിയയിലൂടെ പോയി ഒരുപാട് വർക്കുകളും ഒക്കെ കിട്ടി. ഇപ്പൊ അതെ. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാണ്ട് ഷാഫി ഇൻസ്പേഴ്സിനോട്. കാരണം ഇങ്ങള് വന്നിട്ടാണ് എന്റെ ലൈഫിൽ കുറെ ചേഞ്ചസ് വന്നത്. ഞാന് അത്ര ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇങ്ങളോട് പറഞ്ഞേ എനിക്ക് നിങ്ങളെ ഡ്രസ് ഇല്ലാന്ന് ഞാൻ ഇങ്ങളോട് തന്നെ പറഞ്ഞതല്ലേന്നു ആദ്യം. എന്നിട്ട് ഫസ്റ്റ് ടൈം എന്റെ അടുത്ത് പറഞ്ഞതായിരുന്നു. ഡ്രസ് ഞാൻ ഒരുപാട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നു മാം. ഞാൻ ശരിയാവൂല. എന്റെ ലൈഫ് ഇങ്ങനെ പോകും. ഇതെന്റെ വിധിയാണ് എന്ന് സംസാരിച്ചിരുന്ന ഒരാളാണ്. പറഞ്ഞത്. പക്ഷെ അന്നൊക്കെ ഇല്ല വിടൂല എന്നുള്ള നിലക്ക് എന്നെ പിടിച്ചു നിർത്തി. അങ്ങനെ ഇതിലൊക്കെ ഇരുന്ന് മാഷാ അല്ലാഹ് ഇപ്പൊ അടിപൊളിയാണ്. അതെ. ഇത് അങ്ങ് ലൈഫ് ലോങ് കീപ്പ് ചെയ്ത് കൊണ്ടുപോവാ. തീർച്ചയായിട്ടും നിനക്ക് ഞാൻ അന്ന് സംസാരിച്ചപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തതാണ്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. സംസാരത്തിലായാലും അല്ല നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നല്ലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആഹ് ഒരാളോട് സംസാരിക്കാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പൊ
വലിയ ഒരാളോട് മുഖത്ത് നോക്കി സംസാരിക്കും. അപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡന്റാ. ആരോടായാലും കണ്ണ് നോക്കി സംസാരിക്കും. അങ്ങനെ. അതെ അതെ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖത്ത് നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളെല്ലാം. അതൊരു ഞാൻ ഫാമിലീനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഓലെന്താ വിചാരിക്കുക, ഓലെന്താ പറയാ, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്. അങ്ങനെ ഒരു മൈൻഡ് അല്ല, ഞാൻ എല്ലാരോടും നന്നായിട്ട് സംസാരിക്കും. ഇപ്പൊ ഓലായാലും പറയും നല്ല ചേഞ്ച് ഉണ്ട്, ഇങ്ങനെയൊന്നല്ല ഞങ്ങൾ അതിനെ പറ്റി വിചാരിച്ചു. ഇപ്പൊ ഇന്നലെ എന്റെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞു പോയി, അന്നെ പറ്റി ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചില്ല, ഇത്ര മാർക്ക് ഉണ്ടാവും വിചാരിച്ചില്ല. ബാക്കിയുള്ള പോലെയൊക്കെ ഞങ്ങൾ കുറെ എക്സ്പെക്ടേഷൻ വെച്ചിരുന്നു, അന്നെ തീരെ എക്സ്പെക്ട് ചെയ്തില്ല അവർ. പക്ഷെ ഓൾക്ക് എക്സ്പെക്ട് ചെയ്ത അത്രയും കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കൊടുത്തു. അപ്പൊ ഭയങ്കര ഓലൊക്കെ ഭയങ്കര ഇതായിട്ട് വന്നു. അതെ. എന്നോട് നല്ല ചേഞ്ച് ഉണ്ട് എനിക്ക്. ഞാൻ ചിരിച്ച് സംസാരിക്കലൊന്നും ഇല്ലേനു. അതെ അതെ. ഞാനെപ്പോഴും ഒരു സങ്കടപ്പെട്ട് വിഷമിച്ച് ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു കുട്ടിയായിരുന്നു. ഇറ്റ്സ് ഓക്കെ. അതൊക്കെ നമുക്കതില് പാസ്റ്റില് ഹീൽ ചെയ്ത കാര്യങ്ങളാണ്. മുന്നോട്ട് നോക്കുക. കരിയറിലേക്കും പേഴ്സണൽ ഡെവലപ്മെന്റിലേക്കും മാത്രം ഫോക്കസ് ചെയ്യുക. എല്ലാവരോടുമായിട്ടും നല്ല രീതിയിൽ പെരുമാറി ഒരു നല്ല ലൈഫ് എൻജോയ് ചെയ്യുക. വീണ്ടും പറയാണ് പ്രാക്ടീസസ് കൂടെ കൊണ്ടുപോവുക. ഓക്കെ. അപ്പോ നമ്മുടെ മൈൻഡിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് ഋഷയ്ക്ക് മനസ്സിലാക്കാൻ പറ്റി ല്ലേ? കാരണം കുറച്ച് 1 മന്ത് കൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു പ്രിപ്പറേഷൻ വന്നത്. ആ ലാസ്റ്റ് ടൈമിലാണ് ഇത് ആഹ് കാരണം ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു 1 മന്ത് കൊണ്ട് നിനക്ക് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റി ല്ലേ? അപ്പൊ നീ അതെ ഇപ്പോ പുതിയൊരു കോഴ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഈ ഫസ്റ്റ് ടൈമേ നിന്റെ കയ്യിൽ ടൂൾ ഉണ്ട്. യൂസ് ചെയ്യുക. അഫർമേഷൻസ് എഴുതുക. നിനക്ക് എന്താണോ വേണ്ടത് അത് അഫർമേഷൻസ് ആക്കി എഴുതുക. ഹീൽ ചെയ്യുക, ക്ലിയർ ചെയ്യുക, പഠിക്കുക. അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാ. ഓക്കെ. അപ്പോ താങ്ക് യു. ഇത്രയും അത് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച് നിഷ. ഒരാളും കൂടി നമുക്ക് ഗസ്റ്റ് ആയിട്ടുണ്ട്. ആഹ് മെഹ്നാസ് ആണ്. മെഹ്നാസ് ആർ യു ദേർ? യെസ്. അപ്പൊ താങ്ക് യു റിഷ. താങ്ക് യു സോ മച്ച്. എനിക്ക് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്. എവിടെയും വെച്ച് കാണാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഹായ് മെഹ്നാസ്. ഗുഡ് ഹലോ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ. മെഹ്നാസ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഓക്കെ, എൻ്റെ പേര് റഹനാസ്. ഈ കോഴ്സിലേക്ക് എൻ്റെ ഇത്ത ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തയുടെ കുറേ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നി. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഇതാവുന്നു. പക്ഷെ പകുതി എത്തിയപ്പോൾ എനിക്ക് എന്തോ തോന്നി, ഇതൊക്കെ നടക്കുമോ അങ്ങനെയൊക്കെ തോന്നി എനിക്ക്. പക്ഷെ പിന്നെ മാം ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ മൈൻഡിനെ എനിക്ക് എങ്ങനെ മാറ്റാമെന്ന് മനസ്സിലായി. ഞാൻ തന്നെയാണ് എന്റെ മൈൻഡിനെ ഫുള്ളി മാറ്റി വെച്ചേക്കണെന്ന് മനസ്സിലായി. ഓക്കെ. ഓക്കെ. അപ്പൊ എന്താ പറയാ, എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ പറയണത് അതാണ് ഞാൻ ചെയ്യണേ. അതാണ് എനിക്ക് ഇതായത്. എങ്ങനെ പറഞ്ഞു തുടങ്ങാന്ന് എനിക്കറിയില്ല. ഓക്കെ. ഓക്കെ. പിന്നെ എങ്ങനെയായിരുന്നു? അപ്പം പഠനത്തിൽ മാത്രമായിരുന്നില്ല അല്ലെ? ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന നമ്മൾ വിചാരിക്കും പഠനത്തിൽ ആണ് പ്രശ്നം കാര്യങ്ങൾ. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിലും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് ചെ ചെറുതാണെങ്കിലും കുറച്ച് ഇഷ്യൂസ് കൂടെ കടന്നുപോയ ഒരാളായിരുന്നു മെഹ്നാസ്. എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് കോഴ്സിന് ശേഷവും ഇപ്പോൾ ആ ഒരു ലൈഫ് എങ്ങനെയാണ്? എന്താ പറയാ, കൊറേയൊക്കെ ഞാൻ ഓവർ തിങ്ക് ചെയ്യണതിന്റെ കുഴപ്പമായിരുന്നു. ഇപ്പൊ ശരി പറയത്, ഓക്കെ. പഠനത്തെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? എനിക്ക് കൂടുതൽ മറ്റേ പാമ്പിന്റെ ആ ഒരു ഫിയറിനെ കുറിച്ചിട്ടാ പറയാൻ തോന്നണേ കൂടുതൽ. ഓക്കെ. ഓക്കെ. അത് ഒരു രസകരമാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മെഹ്നാസിന് പാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടാ പോലും പേടിയായിരുന്നു. കേൾക്കുന്ന സമയത്ത് തന്നെ വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളാണ്. അത് ഹീൽ ചെയ്ത സമയത്തൊക്കെ അത് മെഹ്നാസ് ഓർക്കുന്നുണ്ടോ? വല്ലാതെ പ്രശ്നമായി. പക്ഷെ ഇപ്പോ ആള് കൂളാണ്. ഇപ്പോ പാമ്പിന്റെ കാര്യത്തിൽ ഒരു പേടിയോ പ്രശ്നങ്ങളോ ഇല്ല. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോളൂ. ഇങ്ങനെ ഹീലിംഗ് സെക്ഷനിൽ എനിക്ക് പാമ്പിന്റെ പേടി മാറ്റാനുള്ള ഇതായിരുന്നു.
അപ്പോ ഞാൻ കണ്ണടച്ചിങ്ങനെ ആ ഒരു ഇത് ആലോചിക്കായിരുന്നു. അപ്പൊ എനിക്കൊരു ഫോട്ടോ പോലും കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ആ ഒരു നേരത്തെ ഞാൻ കസാരമെന്നൊക്കെ ചാടി എണിച്ചിട്ടുണ്ട്. അതുപോലെ പേടിയായിരുന്നു എനിക്ക്. അങ്ങനെ കുറെ ഹീൽ ചെയ്ത് ലാസ്റ്റ് ഞാൻ തന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ നോക്കിയപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പുറത്ത് പോയപ്പോ എന്റെ വീട്ടിലുള്ളവർക്ക് അറിയാം എനിക്ക് ആ പാമ്പിനെ അത്രയും പേടിയാന്ന്. ഞാൻ ചിലപ്പോ അന്ന് പനി പിടിച്ച് കിടക്കാം, അതുപോലത്തെ പേടിയാ. ആ ആള് അന്ന് പുറത്ത് പോയപ്പോ പാമ്പിനെ കണ്ടപ്പോ ഞാനാണ് പാമ്പിനെ കാണിച്ചു കൊടുത്തത്, ദേ പാമ്പ്. അപ്പൊ അവരൊക്കെ ഞെട്ടി, ആരെയും കാണിച്ചെന്നെന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. രാത്രി ഉറങ്ങാറ് പോലും ഇല്ലായിരുന്നു അല്ലേ? ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാല് രാത്രി ഉറങ്ങാറില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അലർജിക് പ്രോബ്ലം നന്നായിട്ടുള്ള ഒരാളായിരുന്നു മെഹ്നാസ് അല്ലെ? എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് മാം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ പ്രിമച്ചർ ബേബി ആയതുകൊണ്ട് അത് മൈൻഡിൽ വെച്ചിരിക്കണോണ്ട് അതുകൊണ്ട് എനിക്ക് കുറെ അസുഖം വരുന്നുണ്ട്. പിന്നെ പതുക്കെ പതുക്കെ അത് എന്റെ മൈൻഡിനോട് പറഞ്ഞ് ഞാൻ നോക്കിയേക്കപ്പോ എനിക്ക് അലർജീസ് ഒക്കെ ഇപ്പൊ കുറവാണ് വരുന്നത്. അതെ അതെ. ആൾക്ക് ഒരു 8 മന്ത്സിലായി അല്ലെ, ആ സമയത്തായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നതിന്റെയൊക്കെ ഒരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു. ആ, എനിക്കെപ്പോഴും ഇങ്ങനെ പ്രീമച്ചുർ ബേബി ആയതുകൊണ്ട് തന്നെ അസുഖം കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു ബിലീഫ് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അസുഖങ്ങളാണ്. അപ്പൊ ആ ഒരു തോട്ട് കട്ട് ചെയ്ത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തപ്പോൾ ആ അലർജി എനിക്ക് ആ ഒരു സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സെഷനിലേക്ക് ഇപ്പൊ നോക്കാൻ പോലും സാധിക്കാത്ത വിധം കണ്ണുകൾക്ക് പ്രശ്നം അല്ലേ? അങ്ങനെ സെഷനിൽ അങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ കണ്ണിന് പ്രോബ്ലം ആയിരുന്നു. അതുപോലെ കപ്പ് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഏകദേശം ക്ലിയർ ആയി അല്ലേ? അതെ അതെ. പിന്നീട് ആ തരത്തില് വന്നിട്ടുണ്ടായിരുന്നോ? അത് ആ സെഷന് കഴിഞ്ഞൊരു 1 വീക്ക് 2 വീക്സ് കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു വീട്ടിലെല്ലാവർക്കും പ്രോബ്ലം ആണ്. എനിക്ക് മാത്രം ഇപ്പൊ ഇല്ലാന്നൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്താ വീട്ടിലെല്ലാവർക്കും ഒന്ന് പനിയാണ്, പറയാമോ? പക്ഷെ എനിക്ക് മാത്രം വന്നില്ല. എനിക്കാണ് ആദ്യം വരേണ്ടത്, പക്ഷെ ആ ഒരു ടൈമില് എനിക്ക് വന്നില്ല, ബാക്കി എല്ലാവർക്കും വന്നു. ഓക്കെ ഓക്കെ. എന്തൊക്കെയായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡെയിലി എന്തൊക്കെയായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് കൂടുതലും മെഡിറ്റേഷൻ നല്ല ഒരു എനർജി തരുന്ന പോലെ തോന്നി. മെഡിറ്റേഷൻ എനിക്ക് വർക്ക് ചെയ്യേണ്ടിയിരുന്നു. പിന്നെ അഫർമേഷൻസ് ചെയ്തിട്ടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ. പിന്നെ സോഷ്യൽ മീഡിയയുടെ കാര്യം, അത് ആ ഒരു അഡിക്ഷൻ കുറക്കാൻ പറ്റിയോ? എന്താണ്? ഈ ഫുൾ ടൈം എന്താ ഫോൺ നോക്കുമ്പോ എന്റെ ടൈം കുറെ വേസ്റ്റ് ആയി പോകണ്ടായിരുന്നു. പിന്നെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഹീൽ ചെയ്തപ്പോ അതും ഓക്കെ. അതും ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു അല്ലേ? അതെ അതെ. അതിനും എന്താണ് അതിന് ഡിഫറൻസ്? ഉം. ആണ് എന്റെ മൈൻഡിന് എനിക്ക് എന്തായാലും ഫുള്ളായിട്ട് ഒന്ന് റീബൂട്ട് ചെയ്യാൻ പറ്റി. മൊത്തത്തില് ഇതൊന്ന് എനിക്ക് മാറ്റാൻ പറ്റി എനിക്ക്. അപ്പൊ ഏത് കോഴ്സിലേക്ക് വന്നാലും ഉറപ്പായിട്ടും നമ്മളെ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് മാറി കിട്ടും. അതെ അതെ. മെഹ്നാസ് പിന്നെ ആ ഫസ്റ്റ് പ്രാക്ടീസ് സെഷനുകളിലൊക്കെ കുറച്ച് കുറച്ച് ആബ്സെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നാലും ആള് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ എന്തെങ്കിലും ചെയ്യാറുണ്ടോ പ്രാക്ടീസുകൾ? ഇപ്പൊ ടാപ്പിങ് ചെയ്യാറുണ്ട്. ടാപ്പിംഗ് ചെയ്യാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ്? എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ എന്താ പറയാ, അതെനിക്ക് കൂടുതലായിട്ട് എഫക്ട് ചെയ്യില്ല. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേ ഭയങ്കര ഡൗൺ ആവാറുണ്ട്. പക്ഷെ ഞാൻ ടാപ്പ് ചെയ്തത് ഹീലാക്കിയിട്ട് ഓക്കെ ആവും. ഇപ്പൊ അധികം എനിക്ക് ആ ഒരു പ്രശ്നം എന്നെ എഫക്ട് ചെയ്യില്ല. ഓക്കെ. ഇപ്പൊ പ്ലസ് വണ്ണിന് റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ആ ഒരു മാർക്ക് കാര്യങ്ങളൊക്കെ ഒരു മീൻസ് ഇപ്പം കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനുശേഷം നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയോ? എന്താണ്? എന്താ പറയാ, ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് എഴുതാൻ പറ്റൂല എന്നുള്ളത്. പക്ഷെ
നമ്മൾ ഹീൽ ചെയ്ത് എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. Like, എഴുതാൻ പറ്റും, എങ്ങനെയുള്ള പേപ്പറായാലും എനിക്ക് എഴുതാൻ പറ്റുന്ന പേപ്പർ ആയിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ പോയപ്പോ എനിക്ക് പേപ്പർ ടഫായിട്ട് തോന്നിയില്ല, ഓക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഋഷയുടെ കേസ് കേട്ടല്ലോ. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് അത്രയും ഡൗൺ ആയിരുന്നു. പാസ്സാവാൻ തന്നെ അവള് അവൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നും നല്ലൊരു ജമ്പാണ് അവൾ നടത്തിയിട്ടുള്ളത്. 5A+, 2A, അതുപോലെ B+, ആ രീതിയിലാണ് അവൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പം എനിക്കത് ഓക്കെയാണ്. കാരണം നോർമലാണ്. നമ്മുടെ മൈൻഡ് നമുക്കത് മൈൻഡ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന്റെ പവർ കൊണ്ടും നമ്മുടെ ഹീലിംഗ് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിബിൾ ആണെന്നത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അവൾക്കതൊട്ടും അവള് വിളിച്ചങ്ങനെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിച്ചെടുക്കും. മാം അത് കിട്ടുമോ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അത് നന്നായിട്ട് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഇത്രയും നല്ലൊരു ഷിഫ്റ്റാണ് അവൾക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ അവൾ വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ മെഹ്നാസിന്റെ കേസിലും സംഭവിക്കും. നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത കാര്യങ്ങളാണ്. ആ ഒരു നീ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സംഭവിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു ടൂള് ഇനി അങ്ങോട്ടും നന്നായിട്ട് ലൈഫിൽ അപ്ലൈ ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? കുറെ ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു വിഷയം ബോർഡാക്കിന് വെച്ചേക്കാണ്. അത് ഇനി ഓക്കെ. ഓരോന്നോരോന്നായിട്ട് നടക്കുമെന്ന് വിചാരിക്കും. നടക്കും. നടക്കും. തീർച്ചയായിട്ടും നടക്കും. നമ്മുടെ മൈൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ നമ്മൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പുറത്ത് അത് തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ മൈൻഡാണ് എല്ലാം. നമ്മുടെ മൈൻഡിൽ എന്തും നമ്മൾ പോസിബിൾ ഇപ്പോൾ നമുക്ക് നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അതവിടെ നടക്കില്ല. നടക്കും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് സംഭവിക്കും, എനിക്ക് നേടാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്താണ് അതവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. ഓക്കെ. അപ്പോൾ എന്താണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാനിരിക്കുന്ന മടി കാണിക്കുന്ന കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്? എന്താ പറയാ, നിങ്ങൾക്ക് ചിലപ്പോൾ ട്രസ്റ്റ് ഉണ്ടാവില്ല അത് തന്നെ, പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു മാറ്റം ഉറപ്പാണ്. അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ. എല്ലാവരും ജോയിൻ ചെയ്യാം അല്ലേ? ആരോടാണ് വീട്ടിൽ ഇപ്പോൾ ഈ ഒരു കോഴ്സ് ലൈഫിലേക്ക് തന്നു ഈ ടൈമിൽ ഇപ്പം ഞാൻ ഋഷിയോട് സംസാരിച്ച പോലെ തന്നെ അത്രയും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് ഈ ടൂൾ കിട്ടുക എന്ന് പറയുമ്പോൾ ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? ഫസ്റ്റ് തന്നെ മാമിനോടാണ്. കാരണം എനിക്ക് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു കാര്യം പറയാനുള്ള ഇതുണ്ടായിരുന്നു. മാമിനോട് എനിക്ക് ലൈക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. മാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോ മെഹ്നാസ് സംസാരിച്ചോളൂ. സ്റ്റെക്കായില്ല മാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. മാം പറയുന്നത് കട്ടായിട്ടേക്കുന്നുണ്ടോ? ഹലോ, സംസാരിച്ചോളൂ. ആ, കണ്ടിന്യൂ ചെയ്തോളൂ. കേൾക്കുന്നില്ല? മെഹ്നാസിന് കേൾക്കാത്തതാണോ? മാമിന്റെ കേൾക്കുന്നുണ്ട്. മെഹ്നാസ് സംസാരിച്ചോളൂ. മെഹ്നാസ് ഓക്കെയാണ്. മെഹ്നാസ് സംസാരിച്ചോളൂ. ഓക്കെ, മെഹ്നാസിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ കോഴ്സിലൂടെ ചെയ്യുന്നത്
കുട്ടികൾ ഇപ്പോൾ പഠനവുമായി നമ്മൾ ഒരു കാര്യത്തിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് കുട്ടികൾ പഠിക്കണം 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 എന്നുള്ളത് മാത്രം അല്ലേ? അപ്പോൾ പക്ഷേ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതിരിക്കാൻ അല്ലെങ്കിൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവര് ഇപ്പം അവരുടെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കാര്യങ്ങളൊക്കെ പല സമയത്തും അവരുടെ ഒരു സ്ട്രെസ് റിലീഫായിട്ടാണ് അവർ കാണുന്നത്. ഇപ്പം നേരത്തെ ഋഷ സംസാരിച്ചതുപോലെ അവൾക്ക് ഒരു റിലീഫ് കിട്ടുന്ന ഒരു ഇടമായിട്ടാണ് അവള് കൊറിയൻ ഡ്രാമാസ് കണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വീട്ടുകാരോട് ചിലപ്പോൾ ഓപ്പൺ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. അവർക്ക് അവര് പല രീതിയിൽ അത് അവരുടെ സ്ട്രെസ് കാര്യങ്ങൾ പല രീതിയിൽ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. മെഹനാസ് ഓക്കെ ആവുന്ന സമയത്ത് അറിയിക്കണേ. അവര് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അത് വളരെ ദേഷ്യത്തിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ അഡിക്ഷന്റെ രൂപത്തിലായിരിക്കാം. അങ്ങനെ പല അല്ലെങ്കിൽ പഠനത്തിൽ അവര് താഴെ പോകുന്ന രീതിയിലായിരിക്കാം. അപ്പൊ ഈ കാര്യങ്ങള് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പഠിക്ക്, പഠിക്ക്, പഠിക്ക് എന്നുള്ള കാര്യങ്ങളിലായിരിക്കും. എന്താ നിനക്ക് ഇവിടെ കുറവുള്ളത്? എല്ലാ കാര്യങ്ങളും നിനക്ക് ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ അവർ ഈ പഠനത്തിന് പിന്നോട്ട് നിൽക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അവരനുഭവിക്കുന്ന സ്ട്രെസ്സുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് കണ്ടെത്തി നമ്മൾ എന്താണ് അവർ അനുഭവിക്കുന്ന പ്രോബ്ലം കണ്ടെത്തി ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് അവരുടെ മൈൻഡ് റിലാക്സ്ഡ് ആവുകയും അവർക്ക് പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും കാര്യങ്ങളും ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെജോറിറ്റി ആളുകളും ലൈഫിൽ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കോഴ്സിലേക്ക് വരുന്നത് അല്ലേ? എല്ലാം നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇമോഷണലി, ഫിസിക്കലി, മെന്റലി എല്ലാം നമ്മൾ അങ്ങ് സ്റ്റെക്കായി പോകുന്ന അവസ്ഥയിലാണ് കോഴ്സിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ മീൻസ് ഈ ഒരു EFT ടൂൾസ് നമ്മുടെ ലൈഫിൽ നമ്മൾ കുട്ടികളിലെ അപ്ലൈ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഈ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി തരണം ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെക്ക് ആവുന്ന അവസ്ഥയിലേക്ക് അവർ എത്തില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരുടെ എക്സ്പീരിയൻസിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി. എസ്പെഷ്യലി റിഷ എന്ന് പറയുന്ന ആ ഒരു ഗേൾ, അവളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോകുന്നൊരു കുറച്ച് ഇഷ്യൂസ് ഫാമിലി പരമായിട്ടൊക്കെ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ പഠിക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്തപ്പോൾ ആ കുട്ടികളിൽ നിന്നൊരു ട്രാൻസ്ഫർമേഷൻ നമ്മൾ കണ്ടു. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്, ഇത് നോർമലാണ്. മിറാക്കിൾസ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതെല്ലാം നോർമലാണ്. കാരണം കുട്ടിയുടെ ആ ഒരു ആരുടേതാണെങ്കിലും നമ്മുടെ കോഴ്സിലൂടെ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് പ്രോഗ്രാംഡ് ആണ്. 80% പ്രോഗ്രാമിംഗ് നടക്കുന്നത് വൂം സ്റ്റേജിലാണ്. അതിനുശേഷം 0 to 15 ഇയേഴ്സിൽ വൂം സ്റ്റേജിൽ 80%, അതിനുശേഷം ഡെലിവറിക്ക് ശേഷമുള്ള 15 ഇയേഴ്സ് വരെയുള്ള ടൈമിൽ 20%. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് നമ്മൾ എന്ത് ചെയ്യണം? റീപ്രോഗ്രാം ചെയ്താൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ എല്ലാം. നമ്മുടെ മൈൻഡ് എന്താണ്, നമ്മുടെ തോട്ട്സ് എന്താണോ അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വേണ്ടത് കൊടുക്കുക, വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ലൈഫിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമായിരിക്കും. അപ്പം ഇത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് EFT എന്ന് പറയുന്നത്. കാരണം അവരുടെ ലൈഫിലേക്ക് നമ്മളൊരു വലിയൊരു ടൂള് കൊടുക്കുകയാണ്. ഇത്രയും പ്രതിസന്ധികളിലൂടെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല അല്ലേ? ചാലഞ്ചസും കാര്യങ്ങളൊക്കെ എപ്പോഴും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിനുള്ളൊരു ടൂള് നമ്മുടെ കയ്യിൽ വേണം. നമ്മളൊരു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് ബിരുദാനന്തര ബിരുദമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എവിടെയും നമ്മൾ എന്താണ് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യം എന്താണ്? സന്തോഷം, സമാധാനം അല്ലേ? ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അത് സ്മൂത്തായിട്ട് ഈസി ആയിട്ട് അത് ഓവർകം ചെയ്തു പോവുക എന്നുള്ളത്. അത് നമ്മൾ എവിടെയും പഠിക്കുന്നില്ല. ശരിയല്ലേ? എവിടെയും പഠിക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ? ഇല്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ അത്രയും ഫീ എത്രയാണെന്ന് ചോദിക്കുന്നത്. ടീം മെമ്പേഴ്സ് നിങ്ങളുടെ കോൺടാക്ട്സ് നമ്പർ ഇവിടെ ഷെയർ ചെയ്യുക. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അവർ നൽകും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ലൈഫിൽ
കുട്ടികൾക്ക് നമ്മൾ ഈ ടൈമിൽ തന്നെ ഈ ഒരു അവയർനെസ് കാര്യങ്ങൾ മൈൻഡ് പവർ എന്താണ്, നമ്മുടെ മൈൻഡ് കൊണ്ട് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും, നമ്മുടെ മൈൻഡ് നെഗറ്റീവ് തോട്ട്സ് ആണ് പ്രോബ്ലംസ് എന്നൊക്കെയുള്ള അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എന്തായിത്തീരും, അവർക്ക് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവരുടെ കരിയറിലായാലും പേഴ്സണൽ ലൈഫിലായാലും അവരുടെ ബിഹേവിയറിലായാലും ആ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? പാരൻസ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ അനുസരണയില്ല, കുട്ടികൾ മൊബൈലിന് അഡിക്റ്റഡ് ആണ്. അതുപോലെ ഒരു കാര്യങ്ങൾക്കും ഇപ്പം നമ്മുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾക്കൊന്നും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പരാതികളാണ്. അപ്പോൾ പാരൻസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നെഗറ്റീവായിട്ട് കുട്ടികളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ആങ്ഷ്യസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ആ രീതിയിൽ തന്നെയാവും. അത് ഷുവറാണ്. നിങ്ങളുടെ മൈൻഡ് എന്താണോ നിങ്ങളുടെ കുട്ടികളെ മൈൻഡിലുള്ള നിങ്ങളുടെ പിക്ചർ, ആ പിക്ചർ അനുസരിച്ച് ആയിരിക്കും നിങ്ങളുടെ കുട്ടി നിങ്ങളോട് തിരിച്ചും റിയാക്ട് ചെയ്യുന്നതും. നിങ്ങളിലേക്ക് ആ ഒരു കുട്ടി അങ്ങനെ ആയിത്തീരും. നിങ്ങളിപ്പോൾ എൻ്റെ കുട്ടി വഴിതെറ്റിപ്പോവോ ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഫിയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, കുട്ടികൾ വഴിതെറ്റിപ്പോവും. അപ്പോൾ എപ്പോഴും കുട്ടികളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് അവർക്കൊരു ഇടം കൊടുക്കുക, അവരൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പെരുമാറ്റം, അവർക്ക് ടൈം കൊടുക്കുക, ക്വാളിറ്റി ടൈം കൊടുക്കുക, അവരോട് സംസാരിക്കുക. എപ്പോഴും പാരൻസ് ഇത്രയും സ്ട്രെസ് ഉള്ളത് കൊണ്ട് തന്നെ പാരൻസ് കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വയലൻ്റ് ആയി പോകും അല്ലേ? പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം പറഞ്ഞ് രണ്ടാമത്തെ കാര്യത്തിന് നമ്മളവിടെ നോർമലായിട്ടല്ല സംസാരിക്കുക, വയലൻ്റ് ആയിട്ടാണ് സംസാരിക്കുക. ഇങ്ങനെയൊന്നും നമ്മൾ കുട്ടികളോട്, കാരണം ആ ഒരു രീതി നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരുപാട് കാലമായി നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നു. കുട്ടികളിൽ എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഈ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ കുട്ടികളുടെ കേസ് വഷളാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താവണം, നമ്മൾ ഹീലിങ്ങിലൂടെ പോകണം. നമ്മളുടെ ആ ഒരു ആങ്കർ ഇഷ്യൂ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം. കാരണം ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും, ഇപ്പോൾ ഇവിടെ തന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്, EFT കോഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും എന്ത് ചെയ്യണം, ലൈഫിൽ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്യണം, അത് ലൈഫിൽ അപ്ലൈ ചെയ്യണം. അത് നമ്മുടെ പുതുതലമുറയിലേക്കും അത് കൊടുക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലേ, നമ്മുടെ കുട്ടികളുടെ ഏറ്റവും ഏതൊരു പാരൻറ്റും വിളിക്കുന്ന സമയത്ത് പറയുന്നതാണ്, എൻ്റെ മോന് എൻ്റെ മോള് എന്താണ് അഡിക്റ്റഡ് ആണ്, എപ്പോഴും ഫോണാണ്, അതിലുള്ള ലൈഫാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതിലൊരുപാട് റീൽസ് കാര്യങ്ങൾ കാണുന്നു, അത് ഇമിറ്റേറ്റ് ചെയ്യാനാണ് അവർ നോക്കുന്നത്, അവരുടെ ലൈഫിൽ അത് കോപ്പി ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കതിനെക്കൊണ്ട് സാധിക്കുന്നില്ല, ഈ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് EFT. നമുക്ക് ആ ഒരു തോട്ടിനെ ക്ലിയർ ചെയ്ത്, ഇപ്പോൾ കാണണം എന്നുള്ള ഒരു വല്ലാത്തൊരു ക്രേവിങ് അല്ലേ, ആ ഒരു ക്രേവിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EFTയിലൂടെ കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം റിഷ അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കേട്ടില്ലേ, അവർക്കൊരുപാട് ആ ഒരു കൊറിയൻ ഡ്രാമയ്ക്കൊക്കെ അഡിക്റ്റഡ് ആയിരുന്നു. അതിൽ നിന്നും തെറാപ്പിയിലൂടെ ക്ലിയർ ചെയ്തിട്ടാണ് ഈ രീതിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് EFT. നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പം ചില പാരൻസിൻ്റെ കേസിൽ അവർ ഫേസ് ചെയ്യുന്നത് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല, കുട്ടികൾ ഇത് ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അവർക്ക് നിങ്ങൾ ഒരുപാട് ക്യാഷ് ചിലവാക്കുന്നുണ്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലൈഫിൽ തന്നെ കിട്ടുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത്. നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പുതിയൊരു അധ്യയന വർഷം വരികയാണ് അല്ലേ, ഒരു തുടക്കമാണ്. ഈ ടൈമിൽ തന്നെ അവർക്കിത് കിട്ടി, അവരിത് ക്ലിയർ, അപ്പോൾ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, നമുക്കൊരു മെൻ്റലി നമ്മൾ ഡൗൺ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സ്ട്രെസ്ഡ് ആണെങ്കിൽ, നമുക്ക് പഠനത്തിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലോ കറക്റ്റായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല.
ലേണിംഗ് എന്ന് പറയുന്നത്, പഠനം എന്ന് പറയുന്നത് അത് കുറച്ച് ശ്രദ്ധ, നമ്മുടെ മൈൻഡ് അതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് കുട്ടികൾക്ക് ഫോക്കസ് ചെയ്ത് അത് മനസ്സിലാക്കി പഠിച്ചെടുക്കണമെങ്കിൽ അവരുടെ മൈൻഡ് എന്തായിരിക്കണം? കാമായിരിക്കണം. അവരുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്ത് അവരുടെ ആ ഒരു മൈൻഡ് അതിലേക്ക് ഒരുക്കണം. അല്ലേ? നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പം എൻ്റെ കുഞ്ഞിന് പ്രശ്നമില്ല, എൻ്റെ കുഞ്ഞ് ഓക്കെയാണ്, എൻ്റെ കുഞ്ഞ് അവൾക്കെല്ലാം നൽകുന്നുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മളും പാരന്റിങ് കറക്റ്റായിട്ട് പഠിക്കാതെ പാരന്റിങ് നൽകിയത് കൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോകുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ ആങ്കർ ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഒരു തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നല്ല സ്ട്രെസ് ഉണ്ട്. നമ്മൾ നൽകിയിട്ടുണ്ട് സ്ട്രെസ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. നമ്മളെപ്പോഴും പാരന്റ്സ് പറയുന്നതാണ്, "നിനക്ക് എന്താ ഒരു കുറവ്? നിനക്ക് പഠിച്ചൂടെ? നിനക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നില്ലേ?" അങ്ങനെയല്ല. അതിനുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കാമായിട്ടുള്ള ഒരു മൈൻഡാണ്. അതൊരുക്കി കൊടുക്കാനാണ് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടൂള് കുട്ടികൾക്ക് നൽകുക. ഈ ഒരു പുതിയ അധ്യയന വർഷമാണ്. നമുക്ക് 6th സ്റ്റാൻഡേർഡ് ടു അതിന് മുകളിലേക്കുള്ള കുട്ടികൾക്കെല്ലാം അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ മാക്സിമം കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ എല്ലാവർക്കും, എല്ലാ പാരൻസിനും ഉള്ള ഒരു എയിമാണ് അല്ലേ, നമ്മുടെ കുട്ടികൾ ബെറ്റർ ആവുക, നല്ല രീതിയിൽ അവർ അച്ചീവ് ചെയ്യുക, അവർ നല്ല നിലയിലെത്തുക, അവർ സെറ്റിൽഡ് ആവുക എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം നൽകാൻ പറ്റുന്ന നല്ലൊരു ടൂളാണ് EFT. അപ്പോൾ അത് എല്ലാവരും അതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് പാരൻസും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, കുട്ടികൾക്കും അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. മെഹ്നാസ് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. മെഹ്നാസ് ആർ യു ദേർ? സെഷനിലുണ്ടോ? ഓക്കെ, ലെഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി താങ്ക് യു സോ മച്ച്. എനിക്ക് ഋഷിയോടും മെഹ്നാസിനോടും ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം പ്രപഞ്ചശക്തിയോടും അവരുടെ പാരൻസിനോട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം അവരുടെ ആ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വല്ലാത്തൊരു ഫീലാണ്, വല്ലാത്തൊരു എനർജിയാണ്. താങ്ക് യു സോ മച്ച് ഓൾ. നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരുടെയും, ഇപ്പം ഞാൻ മാത്രമല്ല, ഷാഫി സാർ മാത്രമല്ല, എല്ലാം ഒരു ടീം വർക്കാണ് അല്ലേ? ഈ ടീം മൊത്തം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിജയം. എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയണം. അതുപോലെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിൽക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് സംസാരിക്കാമോ? അല്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമോ? ഓക്കെ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, എക്സലന്റ് സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ജുമി കലാം, ചാവക്കാടാണ്. ഞാൻ EFT റഫീഖ് സാറിന്റെ EFT ചെയ്ത ആളാണ്. പിന്നെ ഈ സാറിൻ്റെത് ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. പിന്നെ ഇന്നത്തെ സെക്ഷൻ ഭയങ്കര എനിക്ക് ശരിക്കും മക്കളുടെ ആ ഒരു അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം നമ്മളുടെ മക്കളിലൂടെ നമ്മൾ കാണുന്നത്, കാരണം അവരുടെ എന്താ പറയാ, എനിക്ക് 4 ആൺകുട്ടികളാണ്. അവർക്ക് ഈ ആൺകുട്ടികളേതായ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് മക്കളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്റെ മക്കള് അതേ രീതിയിൽ എത്തിപ്പെട്ടതായിട്ട് ഞാൻ ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ക്ലാസ് ഇങ്ങനെ കേട്ടിരുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി മക്കളുടെ ആ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോ. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ രീതിയിലുള്ള ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് നന്ദി. എനിക്ക് മക്കള് വലുതായിക്കണ്.
30ഉം 27ഉം ഒക്കെ വയസ്സായ ആൾക്കാരാണ്. പക്ഷെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരൊന്നും ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഇതിൽക്ക് പെടുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ മനസ്സുകൊണ്ട് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ എന്തായാലും പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും. ഇൻഷാ അള്ളാ അത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം. അതെ, തീർച്ചയായിട്ടും. താങ്ക് യു മാം. മാം വിഷ്വൽ ചെയ്യുക കേട്ടോ, മക്കൾ ഇതിലേക്ക് വരുന്നതായിട്ട് വിഷ്വൽ ചെയ്യുക. നമ്മുടെ മൈൻഡിന്റെ ശക്തി കൊണ്ട് നമുക്കത് ഓക്കെ ആണ്, നമുക്കത് വിഷ്വൽ ചെയ്താൽ നമ്മളിലേക്ക് അത് എത്തും കേട്ടോ. അവരെ ഫോഴ്സ് ഓക്കെ ഓക്കെ ചെയ്യണ്ട. ഇൻഷാ അള്ളാ മാം അത് വിഷ്വൽ ചെയ്ത് കഴിഞ്ഞാൽ അവരിതിലേക്ക് എത്തും. ഓക്കെ ഇൻഷാ അള്ളാ. ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ. ഹലോ, നമുക്ക് യെസ്. ഞാൻ ആയിഷ. എനക്കും ചെറിയ 3 കുട്ടികളുണ്ട്. ഓക്കെ പിന്നെ അതുപോലെ അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും 6th സ്റ്റാൻഡേർഡ് അല്ല, ഒരാളിപ്പോ 5th മൂത്ത കുട്ടി, ബാക്കി രണ്ടാളും അതിന് താഴെയുള്ള കുട്ടികളാണ്. ഓക്കെ. മാം ചെയ്തിട്ടുണ്ടോ കോഴ്സ്? EFT കോഴ്സ് ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ. ആഗ്രഹമുണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. തീർച്ചയായിട്ടും മാം എത്തും. മാം വിഷ്വൽ ചെയ്യുക, അഫർമേഷൻസ് ഒക്കെ എഴുതാം കേട്ടോ. ഓക്കെ. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് എത്തും. അഫർമേഷൻസ് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. എനിക്ക് നിങ്ങൾ സെഷൻ അറ്റൻഡ് ഇപ്പം കോഴ്സിലേക്ക് വരാൻ സാധിച്ചതായിട്ട് മനസ്സിലേക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. എന്നും വിഷ്വൽ ചെയ്യുക, നടക്കും കേട്ടോ. കുട്ടികൾ ഒന്നുകൂടെ മുതിർന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഒരു ടൂള് നൽകുകയും ചെയ്യാം. ഇപ്പം ചെറിയ കുട്ടികളല്ലേ. ഈ ചെറിയ കുട്ടികളെ മാറ്റം നമ്മൾ EFT ചെയ്യുമ്പോൾ അവരിൽ നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ പാരൻസിന്റെ എനർജിയും കുട്ടികളുടെ എനർജിയും അത്രയും കണക്റ്റഡ് ആണ്, അറ്റാച്ച്ഡ് ആണ്. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അതെല്ലാം ഇപ്പൊ കുട്ടികളിൽ കാണുന്നുണ്ട്. തിരിച്ച് അവരും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന മറുപടി. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ തുടങ്ങി. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ സ്വയം ആലോചിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് കണ്ട ഒരു ക്ലാസ് ആണ് ഇത്. ഇപ്പൊ കുറേ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ ഇതില് റിവ്യൂ പറയാൻ പറഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ ഒരു പേടിയാണ് പറയാൻ. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഒന്ന് വായി തുറന്നത്. ഓക്കെ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസം പേടിയായിരുന്നു, ഇന്നിപ്പോൾ അത് സംഭവിച്ചു അല്ലേ? പോസിബിൾ ആണ്. ഇതുപോലെ തന്നെ മാം നിർബന്ധമായിട്ടും കോഴ്സ് ചെയ്യണം. കാരണം നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമ്മുടെ കുട്ടികളായിത്തീരുന്നത്. മാമിന് ആങ്കൃഷിയുള്ളത് കുട്ടികളോടല്ല, മാം അനുഭവിക്കുന്ന കുറച്ച് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ആങ്കൃഷി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ കാമാവും, കുട്ടികളോട് നന്നായിട്ട് പെരുമാറാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ കുട്ടികൾ നമ്മൾ എന്താണോ അവരുടെ ലൈഫിൽ നമ്മൾ നൽകുന്നത് അതാണ് അവരുടെ ലൈഫിലും നമുക്കും അവർ തിരിച്ചു തരാം. ഓക്കെ. മാക്സിമം പെട്ടെന്ന് തന്നെ മാം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാഡം, ഈ കുട്ടികളൊക്കെ ദേഷ്യപ്പെടുമ്പോ നമ്മള് അവരോട് എങ്ങനെയാണ് റിയാക്ട്? നമ്മൾ പറയുന്നവർ കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അവരോട് ദേഷ്യപ്പെടാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ അത് കൂടുതൽ അവരത് അനുകരിക്കില്ലേ? നമ്മൾ അവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് കുട്ടികളോട്? കുട്ടികളോട് നമ്മളെപ്പോഴും മനസ്സിലാക്കുക, കുട്ടികൾ നമുക്കിപ്പോൾ എത്ര ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 35 ഒക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്താണ്, നമ്മളെപ്പോലെ കുട്ടികളും ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മളൊരു അവയർനെസ് കൊടുക്കുക, അത് കുഞ്ഞാണ് എന്നുള്ള അവയർനെസ് കൊടുത്ത് കുട്ടികളോട് നമ്മൾ 2ഓ 3ഓ പ്രാവശ്യം മയത്തിൽ നമ്മൾ സംസാരിച്ച് ആ ഒരു ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അവർക്ക് മയത്തിൽ പറഞ്ഞ് കൊടുക്കുക. സോഫ്റ്റായിട്ട് സ്വീറ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതനുസരിക്കും. നമ്മളുടെ ഒരു എളുപ്പമുള്ള കാര്യമാണ് നമ്മളങ്ങ് ദേഷ്യപ്പെട്ട് വഴക്കടിച്ചിട്ട് കുട്ടിയോട് അത് പേടിപ്പിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് ആ കുട്ടി ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ചെയ്യുന്നത്. അതിന് പകരം സ്നേഹത്തോടെ 1ഓ 2ഓ പ്രാവശ്യം അവരനുസരിക്കാതിരിക്കാം. അവർ കുട്ടികളാണ് അവർ. അവർക്കൊരു 10 വയസ്സാണെങ്കിൽ ആ 10 വയസ്സുള്ള ഒരു കുഞ്ഞിന് ബ്രെയിൻ പോലും പൂർണ്ണമായിട്ടും വളർച്ച മീൻസ് അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തിയിട്ടില്ല. ഒരു മെച്വേർഡ് ആവാത്തൊരു കുഞ്ഞാണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു 10 വയസ്സുകാരനോട് 10 വയസ്സുകാരിയോട് 10 വയസ്സുകാരായി കൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പോൾ സ്വീറ്റായിട്ട് പറയുക എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ കുട്ടി അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തല്ല, കുറച്ച് സമയം കഴിഞ്ഞ് കുഞ്ഞിനോട് പറയുക, അനുസരിക്കണം, ഉമ്മയും പാരൻസ് പറയുന്നത് അനുസരിക്കണം. അങ്ങനെയാണ് നല്ല കുട്ടികളുടെ ശീലം. അങ്ങനെ അപ്പോഴാണ് സ്നേഹം ഉണ്ടാവുന്നത്, അതുപോലെ നല്ല കുട്ടിയാവുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യം വളരെ
സോഫ്റ്റായിട്ടും സ്വീറ്റായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ. നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ആ രീതിയിൽ തന്നെയാണ് റിയാക്ട് ചെയ്യുക. നമ്മൾ സ്നേഹത്തോടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെ തന്നെയാണ് കുട്ടികൾ ഇങ്ങോട്ടും സംസാരിക്കുക. അത് കുറച്ച് പേഷ്യൻസ് ആവശ്യമാണ്. പാരന്റിംഗ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഓക്കെ. മാം കുട്ടികൾ നാളെ നമ്മള് ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ കളരിക്കൊക്കെ വിടുന്നത് അവരെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണോ? അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. 5-6 വയസ്സൊക്കെ ഉള്ളപ്പോ. അത് അതിനെക്കുറിച്ച് എനിക്ക് അത്ര അവയർനെസ് ഇല്ല. അത് ആ ഒരു സെൻറ്ററിലെ കാര്യങ്ങൾ അവരതിനെക്കുറിച്ച് പഠിച്ച ആളുകളായിരിക്കില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളും അവർ ഇപ്പോൾ ചെറുപ്രായത്തിലേ പഠിപ്പിക്കാറുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരോടത് അന്വേഷിക്കാം കേട്ടോ. അത് ചെറുപ്രായത്തിലേ ചെയ്യുന്നവരുണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതങ്ങനെയുള്ള സെൻറ്റർ കാര്യങ്ങളുണ്ടല്ലോ അവിടെ പോയി അന്വേഷിച്ചാൽ അത് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഒരു സ്കൂൾ പഠനം മാത്രമല്ല, അല്ലാത്ത കാര്യങ്ങൾ എല്ലാം അവരുടെ ലൈഫിൽ ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്യണം. അതിനൊക്കെ നമ്മൾ സ്വന്തം രീതിയിൽ ചെയ്യാതെ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് അവരോട് ചോദിച്ച് അവരുടെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് പോവാം. മാം നാളെ 6th മുതൽ എത്ര വരെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് കുട്ടി സ്റ്റുഡൻസിന്? പറയുന്നത് സ്റ്റുഡൻസിന് +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ ഒരു രീതിയിലുള്ള കുട്ടികൾക്കെല്ലാം പങ്കെടുക്കാം. അതായത് 6 to 20 ഇയേഴ്സ് ആണോ? 6th സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ സ്റ്റുഡൻസ് ആയാൽ മതി. സ്റ്റുഡൻസ് അതെ അതെ അതെ. നമുക്ക് ഓക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓക്കെ ഓക്കെ. ഉം. അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ക്ലാസ് തന്നെയാണ് കൊടുക്കുക. ഓൺലൈൻ അതെ. മാത്രമേ ഉള്ളൂ, ഓഫ്ലൈനിലുണ്ടോ? ഓഫ്ലൈനിലില്ല, ഓൺലൈനാണ് ഇപ്പോൾ ഉള്ളത്. ഓഫ്ലൈൻ വരും. 6th സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. 6 ഇയർ അല്ല. ഓക്കെ. ഉം. അല്ല മാം, ഓഫ്ലൈന് ഈ വെക്കേഷൻ ടൈമിൽ വരുമോ? ഓഫ്ലൈൻ അനൗൺസ് ചെയ്യും, ഉണ്ടെങ്കിൽ അനൗൺസ് ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ടാണോ അതോ അത് സെപ്പറേറ്റ് കോഴ്സ് ആയിട്ടാണോ? എന്ത് മനസ്സിലായില്ല? ഓൺലൈൻ ക്ലാസ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണോ? അതെ അതെ. അതോ ഇതിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളായിരിക്കും. പിന്നെ അതായത് മീൻസ് ഞാൻ ചോദിക്കുന്ന ഈ ഇതിലൊരു ഫീ ഉണ്ടല്ലോ, ഈ ഫീന്റെ കൂടെ തന്നെയാണോ ഓഫ്ലൈൻ ക്ലാസ് കിട്ടുക, അതോ ആ ഓഫ്ലൈൻ ക്ലാസ്സിന് വേറെ ഫീ അടക്കേണ്ടി വരുമോ? അത് സെപ്പറേറ്റ് കോഴ്സ് ബാച്ച് ആയിട്ടാണ് വരിക. ബാച്ചാണ്. ഉം. എനിക്ക് എൻ്റെ മക്കളെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഓൺലൈനിനേക്കാൾ ഓഫ്ലൈനാണ് നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഈ വെക്കേഷൻ ടൈമിൽ ഉണ്ടാവില്ല അല്ലേ? അത് വെക്കേഷൻ ടൈമിൽ ടീം എന്താണെന്ന് അനൗൺസ് ചെയ്യും, ഉണ്ടെങ്കിൽ അനൗൺസ് ചെയ്യും കേട്ടോ. വെക്കേഷൻ ഓക്കെ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ക്ഷമയോടെ സെഷൻ അറ്റൻഡ് ചെയ്തതിന് താങ്ക്സ് അഗെയിൻ. ഇന്ന് സൺഡേ ആണ്. ഫാമിലിയുടെ കൂടെ എല്ലാവരും എൻജോയ് ചെയ്യുക. അതുപോലെ കോഴ്സിൽ ജോയിൻ ചെയ്തവരൊക്കെ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. Thank you, ma'am. Thank you so much.